ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വാലൻസ് ഇലക്ട്രോണ്, വാലൻസി നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് ബാക്കി പോർഷൻസായ ഐസോടോപ്പ്, ആവറേജ് ആറ്റോമിക് മാസ്, ഐസോബാർ ഇവ പഠിക്കാം. ഫസ്റ്റ് ഐസോടോപ്പ്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിംഗ് the same atomic number but different mass numbers are called isotope. അതായത് ഐസോടോപ്പിന് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ആയിരിക്കും. അതായത് ആറ്റോമിക് നമ്പർ സെയിം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആണ്. മാസ് നമ്പർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ ആറ്റത്തിന് 3 ഐസോടോപ്പാണ് ഉള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഫസ്റ്റ് വൺ പ്രോട്ടിയം. ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1, നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ദറ്റ് ഈസ് 0. ഡ്യൂട്ടീരിയം. ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 2, നമ്പർ ഓഫ് പ്രോട്ടോൺ 1, നമ്പർ ഓഫ് ഇലക്ട്രോൺ 1, നമ്പർ ഓഫ് ന്യൂട്രോൺ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 2 minus 1 equal to 1. ട്രിഷ്യം. ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3, നമ്പർ ഓഫ് പ്രോട്ടോൺ 1, നമ്പർ ഓഫ് ഇലക്ട്രോൺ 1, നമ്പർ ഓഫ് ന്യൂട്രോൺ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 3 minus 1 equal to 2. ഇവ മൂന്നിലും നോക്കിക്കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ സെയിം ആണ്. പ്രോട്ടിയം ആറ്റോമിക് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയം ആറ്റോമിക് നമ്പർ 1 ആണ്, ട്രിഷ്യം ആറ്റോമിക് നമ്പർ 1 ആണ്. പക്ഷേ മാസ് നമ്പർ നോക്കൂ. പ്രോട്ടിയം മാസ് നമ്പർ 1, ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2, ട്രിഷ്യം മാസ് നമ്പർ 3. അനദർ എക്സാമ്പിളാണ് കാർബൺ. കാർബണിന് 3 ഐസോടോപ്പാണ് ഉള്ളത്: കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇവിടെയും ആറ്റോമിക് നമ്പർ നോക്കൂ. 6, 6, 6. പക്ഷേ മാസ് നമ്പർ എത്രയാണ്? 12, 13, 14. സോ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെയിം എലമെൻറ്റ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ് ആണ്. ഇതുപോലെ ഒത്തിരി എലമെൻറ്റ്സുകളിൽ മിക്സ്ചർ ഓഫ് ഐസോടോപ്പുകളുണ്ട്. ഒരു എലമെൻസിൻ്റെ എല്ലാ ഐസോടോപ്പും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഐസോടോപ്പിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്, കാരണം അവയ്ക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഉണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിൻറ്റ്, വെയ്റ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇനി മോസ്റ്റ് അബഡൻറ്റ് ഐസോടോപ്പ് ഇൻ നേച്ചർ ഈസ് കാർബൺ 12 ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് ആവറേജ് ആറ്റോമിക് മാസ്. ക്ലോറിന് പ്രകൃതിയിൽ കാണപ്പെടുന്ന 2 ഐസോടോപ്പിക് ഫോമിലാണ്. ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 35U, രണ്ടാമത്തേതിൻ്റെ മാസ് 37U ആണ്. സോ ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ മാസ് 35U ആണോ അതോ 37U ആണോ എന്ന് ഏതെടുക്കുമെന്ന് ഒരു ഡൗട്ട് വരും അല്ലേ. പ്രകൃതിയിൽ ക്ലോറിൻ്റെ ഐസോടോപ്പുകൾ തുല്യ അളവിൽ ലഭ്യമില്ല. അതായത് 100 ഗ്രാം ക്ലോറിൻ എടുത്താൽ അതിൽ 35 ഗ്രാം ക്ലോറിൻ 75%, 37 ഗ്രാം ഉള്ള ക്ലോറിന് 25%. സോ ആവറേജ് ആറ്റോമിക് മാസ് എടുക്കുന്നു. ആവറേജ് ആറ്റോമിക് മാസ് ഈക്വൽ ടു മാസ് ഓഫ് ഐസോടോപ്പ് ഇൻറ്റു ഇറ്റ്സ് അബഡൻസ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് മാസ് ഓഫ് ഐസോടോപ്പ് ഇൻറ്റു ഇറ്റ്സ് അബഡൻസ് ഡിവൈഡഡ് ബൈ 100. സോ 35 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 37 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 35.5U. അതാണ് ക്ലോറിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ്. 35.5U എന്ന് നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഐസോബാർ. ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാവ് ദ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പേഴ്സ്. ദേ ആർ കോൾഡ് ഐസോബാർ. അതായത് ഐസോബാറിന് ഒരേ മാസ് നമ്പറും ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പറും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാൽസ്യം. കാൽസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 20, നമ്പർ ഓഫ് പ്രോട്ടോൺ 20, നമ്പർ ഓഫ് ഇലക്ട്രോൺ 20, നമ്പർ ഓഫ് ന്യൂട്രോൺ 20. മാസ് നമ്പർ കാൽസ്യത്തിൻ്റെ 40. ആർഗൺ ആറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40, number of proton 80, number of electron
20. Number of neutron 14 minus 18, that is 22. Number of proton 80, number of electron 20 അല്ല വരുന്നത് 18. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19, മാസ് നമ്പർ 14, നമ്പർ ഓഫ് പ്രോട്ടോൺ 19, number of electron 19, number of neutron 40 minus 19, that is 21. ഇവ മൂന്നിലും ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. കാൽസ്യം ആറ്റോമിക് നമ്പർ 20, ആർഗൺ ആറ്റോമിക് നമ്പർ 18, പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19. മാസ് നമ്പർ നോക്കൂ, മാസ് നമ്പർ എങ്ങനെയാണ്? സെയിം ആണ്. കാൽസ്യം മാസ് നമ്പർ 40, ആർഗൺ മാസ് നമ്പർ 40, potassium mass number 40. So what is isobar? Atoms of different element have the same mass number but different atomic numbers. They are called isobar. Then what is isotope? Atoms of the same element having the same atomic number but different mass numbers are called isotope. ഐസോടോപ്പും ഐസോബാറും തമ്മിൽ മാറിപ്പോവരുത്, കൃത്യമായി തന്നെ പഠിക്കണം. സോ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.